ഹരേ നാരായണ. പാടും ഞാൻ നാരായണ. നേടും ഞാൻ നിത്യ സൗഖ്യം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാമസ്വരൂപമാ ശ്രീഹരി തന്റെ നാമമാ നാരായണാക്കി മന്ത്രം. പ്രേമാഭരിതരായി പാടുവീനെപ്പോഴും കാമങ്ങൾ തന്നീടും മാരുദേശൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. കൃത്യമായി മാധവ മന്ത്രം ജപിക്കും സമർത്ഥ്യർക്ക് സർവവും നൽകുമെന്ന് ഉത്തവ തുല്യനാം നാരായണാലയ സിദ്ധൻ ഗുരുവരൻ സത്യം ചെയ്തു. സിദ്ധൻ ഗുരുവരൻ എന്താ സത്യം ചെയ്തത്? കൃത്യമായി മാധവ മന്ത്രം ജപിക്കും സമർത്ഥ്യർക്ക് സർവവും നൽകുമെന്ന് സിദ്ധൻ ഗുരുവരൻ സത്യം ചെയ്തു. പാഞ്ചാലി വേദന പൂണ്ടു വിളിച്ചപ്പോൾ പൂഞ്ചേല നൽകുവാനോടിയില്ലേ? വാരിയിൽ മുക്കോളം മുങ്ങും ഗജേന്ദ്രനെ പൂരി വേഗം ചെന്നു കേറ്റിയില്ലേ? നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. വിളിക്കിത്ര കാരുണ്യം കാട്ടുവിൽ മുറ്റും ജപിപ്പവർ കന്ദസാധ്യം. പ്രേമാമൃതത്തിൽ കുഴച്ചെടുത്തുള്ളൊരു നാമകഥളി പരങ്ങൻ നമ്മൾ. ഒറ്റ വിളിക്കിത്ര കാരുണ്യം കാട്ടുകൾ മുറ്റും ജപിപ്പവർക്കെന്തസാധ്യം. പ്രേമാമൃതത്തിൽ കുഴച്ചെടുത്തുള്ളൊരു നാമകഥളി പരങ്ങൻ നമ്മൾ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. പാഞ്ചാലി ഒറ്റ വിളി വിളിച്ചു, ഗജേന്ദ്രൻ ഒറ്റ വിളി വിളിച്ചു. ആ വിളിക്ക് ഇത്രേ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളോ മുറ്റും ജപിപ്പവർക്ക് എന്താ സാധ്യം? ഒന്നും അസാധ്യമായിട്ടില്ല. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ റെക്കോർഡിങ്ങിൽ നടക്കും, ക്ലാസ്സും നടക്കും. അതുകൊണ്ട് യാതൊരു ടെൻഷനും എടുക്കണ്ട. പ്രഭുജി. നമോ വിഷ്ണുവേ വാസുദേവായ തുഭ്യം. നമോ നരസിംഹായ ശേഷായ തുഭ്യം. നമ കാലരൂപായ സംഹാരകർത്രേ നമസ്തേ പരാഗായ ഭൂയോ നമസ്തേ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാ ചക്രപാണി. നമസ്തേ നമസ്തേ പ്രവന്നാർത്തിഹാരിൻ. സമസ്താപരാധം ക്ഷമസ്യ അഖിലേശ്വര. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ താപനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമികം. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമികം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ്. നരഹരി കി ജയ്. പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ആ ഗുരുവിനെ എങ്ങനെയുള്ള ഗുരുവാ?
അജ്ഞാന തിമിരാന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം നമ്മളെല്ലാവരെയും ബാധിച്ചിരിക്കുക. മനസ്സിലായ പറഞ്ഞത്? നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. ആ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന ആ ദീപം കൊളുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന, നമ്മുടെ ചക്ഷുവിന് വെളിച്ചം പകരുന്ന അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ഗുരുവിനെയാണ് ആദ്യം നമസ്കരിക്കുന്നത്. ഓം അജ്ഞാന തിമിരാന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം നമ്മളെ പിടിച്ചിരിക്കുക. അതിന് എന്ത് ചെയ്തിരിക്കുന്നു? ജ്ഞാനമാകുന്ന ദീപമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊളുത്തിയിട്ട് നമുക്ക് നമുക്ക് ഉള്ള അറിവുകള് ഇങ്ങനെ പ്രദാനം ചെയ്യുന്ന ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നുള്ള ആ കാര്യം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഗുരുവാണ് കാണിച്ചു തരുന്നത്. ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അതേപോലെ തന്നെ ശീലപ്രഭുപാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ശീലപ്രഭുപാദ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഇസ്കോൺ എന്ന് പറയുന്ന ഒരു സംസ്ഥയെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിലോ മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ലോകം മൊത്തമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് ഇസ്കോൺ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണ അവബോധ സമിതി എന്ന ഇതിന്റെ മലയാളത്തിന്റെ പേര് തന്നെ എന്നുള്ളതാണ്. ഈ സമിതി ഇല്ലാത്ത ഒരു രാജ്യവും ഇല്ല. എല്ലാവർക്കും കൃഷ്ണഭക്തിയാണെന്നുണ്ടെങ്കിൽ പ്രഭുപാദര് വെറും 10 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അദ്ദേഹം നിത്യലീല പ്രവേശനം ചെയ്തെന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ്. അന്നേരം ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടതാണ് അദ്ദേഹത്തെ. എന്നാണ് എല്ലാവരും അല്ലെന്നുണ്ടെങ്കിൽ ഈ 10 വർഷം കൊണ്ട് ഇത്ര കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. നമ്മൾ അതിശയപ്പെട്ടു പോകും. ഇപ്പോഴും വന്നുണ്ടെങ്കിൽ ഒരു 20ഉം 25ഉം വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെല്ലാം എന്തോ കൃഷ്ണഭക്തിയിലേക്ക് വരുന്നതെന്നറിയാമോ? അവര് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധോത്തി കുർത്തയെടുത്തും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഗോപികമാരുടെ കൂട്ടുള്ള വേഷം ധരിച്ചും പിന്നെ എപ്പോഴും മാല ജപിച്ചും ഇങ്ങനെ നടക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയപ്പെട്ടു പോകുന്നുള്ളത്. ഇതിനകത്ത് വരുന്നത് സാധാരണക്കാരല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല അതിബുദ്ധിയുള്ള ആൾക്കാർ. അതിബുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനല്ല, നല്ല കൂടുതലും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെ വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് ഭക്തിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മുക്തിപ്രദായനമല്ലാതെ, മുക്തി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് തന്നെ വരണം. അവസാനം നമുക്ക് തന്നെ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ ശിവന്റെ തന്നെ ഒരു അംശം എന്നാ പറയുന്നത്. എന്നിട്ട് പക്ഷെ ശങ്കരാചാര്യരുടെ അമ്മയ്ക്ക് അവസാന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ അന്നേരം ശങ്കരാചാര്യർ സന്യാസം എടുക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ സമയമാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന്. അന്നേരം ശങ്കരാചാര്യരുടെ അമ്മയ്ക്കുടെ അന്ത്യമാവുന്ന സമയം അടുക്കുന്നു എന്ന് ശങ്കരാചാര്യർക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്താ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചെയ്തത്, വിഷ്ണു ഭുജംഗ മന്ത്രം ചെല്ലുക. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗം പറഞ്ഞ അവിടെ വെച്ച് തന്നെ ആ മന്ത്രം അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അത് ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും അറിവുള്ളതല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് ജയിച്ചിട്ട് അങ്ങനെ അമ്മയെ ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മുക്തിപ്രദായനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വൈകുണ്ഠം കുണ്ഠതയില്ലാത്ത ലോകത്ത് നമുക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകുണ്ഠത്തിന്റെ അർത്ഥം തന്നെ അതാണ്, കുണ്ഠതയില്ലാത്ത ലോകം. ആ കുണ്ഠതയില്ലാത്ത ലോകത്ത് നമുക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണഭക്തിയിലേക്ക് തന്നെ വരണം. പക്ഷെ അങ്ങനെ എളുപ്പമായിട്ട് ആർക്കും കിട്ടില്ല അങ്ങനെ കൃഷ്ണഭക്തി. ആ കൃഷ്ണഭക്തി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാലിന്യങ്ങളെല്ലാം പോയി കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജ്ഞാനം നേടണം. ആ ജ്ഞാനം നേടുന്ന ഓരോരോ മാർഗങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. കലികാലത്തിലാണെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായി ഇങ്ങനെ മുന്നോട്ട് പോവാൻ കൂടി തന്നെ നമുക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ പോലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നാൽ പോലും അതിനെ തട്ടിമാറ്റി കളയും എന്നുള്ളതാ മഹാമാൻ. അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, ഭഗവാനെ അങ്ങയുടെ തിരുനാമം ജപിക്കാനും തൃപ്പാദ സേവ ചെയ്യാനും എൻ്റെ ഓരോ അവയവങ്ങളും അങ്ങയുടെ തൃപ്പാദ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എൻ്റെ കണ്ണുകൾ എന്താ അങ്ങയുടെ തിരുരൂപം കാണാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എൻ്റെ മൂക്കെന്തിനു വേണ്ടിയിട്ടാ അങ്ങയുടെ പാദത്തിൽ വെക്കുന്ന തുളസിയെ ഘ്രാണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ നാവ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അങ്ങയുടെ തിരുനാമം ജപിക്കാനും അങ്ങയുടെ പ്രസാദം പാനം ചെയ്യാൻ വേണ്ടി, പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടും ഭുജിക്കാൻ വേണ്ടിയിട്ടുമുള്ളതാവണം. എൻ്റെ കൈ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അങ്ങയുടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എൻ്റെ കാല് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അങ്ങയുടെ
എങ്ങനെയാ അമ്പലത്തിൽ പോകാനെക്കൊണ്ടും അങ്ങയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓരോ അവയവങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വേണം. അത് ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ തുടങ്ങാം. നിങ്ങളെ ഞാൻ നിരാശരാക്കുന്നില്ല. നമുക്ക് ഇന്ന് വൃന്ദാവനത്തിൽ പോകണ്ടേ? വൃന്ദാവനത്തിൽ പോകണ്ടേ? കറങ്ങണ്ടേ മക്കളെ? തീർച്ചയായും തീർച്ചയായും ആ പോണം. വേണം വേണം. തീർച്ചയായും പോണം മാതാജി. പോണം. അച്ഛമ്മ അല്ലാണ്ട് ആരെ കൊണ്ടുപോവാ ഞങ്ങളെ? അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഭഗവാനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശേഷമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. രാധാ ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു അമ്പലമാണ് ഇത്. ആ രാധാ ശ്യാം സുന്ദർ അമ്പലത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് തന്നെയാണ്, ആ സൈഡ് കഴിഞ്ഞ് വേറൊരു സൈഡിലോട്ട് പോകുന്നുണ്ട്. അതായത് രാധാ ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം അവിടുത്തെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എത്ര ഇതായിട്ട് ശൃംഗാരം ചെയ്യുന്നതെന്ന് അറിയാമോ, ഒരുക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ ഒരു കഥയാണ്. പണ്ടത്തെ കാലം മീൻസ് 500 വർഷം മുമ്പിട്ടുള്ള കാര്യങ്ങളെ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അന്നേരം ദുഃഖിലാൽ എന്ന് പറയുന്ന ഒരു സന്യാസിയെ ഒരു പ്രഭുജി, ആ പ്രഭുജി അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ടായിരുന്നു. താമസിക്കുന്ന സമയത്ത് അന്നത്തെ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ ഇതേപോലെ ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. എല്ലാം കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം തന്നെയാണ്. ഇപ്പം വനമല്ല, യഥാർത്ഥത്തിൽ ബോംബെക്കായാലും വലിയൊരു സിറ്റി അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനേക്കാളും വലിയൊരു സിറ്റി പോലെയാണെന്നുള്ളതായി വൃന്ദാവനം വന്നിരിക്കുന്നത്. പക്ഷെ വൃന്ദാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനമല്ല, 12 വനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുക. രാജസ്ഥാന്, UP ആൻഡ് ഹരിയാന, ഈ 3 സ്റ്റേറ്റിലാണ് വൃന്ദാവനം സ്പ്രെഡ് ചെയ്യുന്നത്. അന്നേരം ഇത് രമൻ ബേത്തിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, വൃന്ദാവനത്തിലെ രമൻ ബേത്തിയിലെ കാര്യം. എന്നിട്ട് ഈ ദുഃഖിലാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുടില് പോലുള്ള എന്തെങ്കിലും ഒരു ആശ്രമം അങ്ങനെയുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അവിടെ വേറൊരു അതിന്റെ കുറച്ച് മുന്നിലോട്ട് എന്താ കുറച്ച് സ്ഥലം ിലാലയല്ലേ നല്ല ക്ലീൻ ആക്കി ചൂലടിച്ച് നല്ല ക്ലീൻ ആക്കി വെക്കും. എങ്ങനെയാ അതാ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയും സഖിമാരും എല്ലാവരും കൂടി അവിടെ വരും, ആ സ്ഥലത്ത് വരും. ആ സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ സ്ഥലത്ത് വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവര് നൃത്തം ചെയ്യുകയും പാട്ട് പാടിയും ആടുവും പാടുവും അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് രാത്രി മൊത്തം ചില ദിവസങ്ങളിൽ അവിടെ തന്നെ ചെലവഴിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം എന്നും ഈ ദുഃഖിലാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആണെന്നുണ്ടെങ്കിൽ ചൂടടിച്ച് നല്ല ക്ലീൻ ആക്കി ഇടും. മനസ്സിൽ ഇങ്ങനെ പറയും, എൻ്റെ രാധാറാണിക്കും സഖിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാവമായിരിക്കണം. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്താ എൻ്റെ ഭഗവാന് വേണ്ടിയിട്ടുള്ളതാ. നമുക്കന്നേരം ഒരു ഭാരമായിട്ട് തോന്നില്ല. എത്ര ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തേയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദുഃഖിലാലും അതേപോലെ എത്ര അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ദുഃഖിലാലും മനസ്സിലാവില്ല. ഒരു ദിവസം രാവിലെ ഇതേപോലെ ചൂലടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂലോകത്തിലൊന്നും ഇതേപോലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റില്ല. ദുഃഖിലാൽ വിചാരിക്കുന്നു അന്നേരം ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രാധാറാണിയുടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തെടുത്തും അത് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊണ്ട് ചെന്നിട്ട് ഒരിടത്ത് വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്മ, ഒരു പ്രായമായ ഒരു ബ്രാഹ്മണ സ്ത്രീ അവിടെ വരുന്നു. ഹേ ദുഃഖിലാൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ മോള് വന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു പോലീസ് കളഞ്ഞു പോയി. ആ പോലീസാണെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയോ എന്നറിയാൻ വേണ്ടി, നൂപുരം എന്നാ അവർ പറയുന്നത് തന്നെ. അന്നേരം ആ പോലീസ് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അന്നേരം ആണെന്നുണ്ടെങ്കിൽ ദുഃഖിലാൽ പറഞ്ഞു, ഹേ അമ്മ, എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അറിയാം രാധാറാണിയുടെ ആണെന്ന് തന്നെ അറിയാം. പക്ഷെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാധാറാണിയെ ഒന്ന് കാണാനുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഈ ദുഃഖിലാൽ പറയുന്നത് ഇങ്ങനെ. അന്നേരം ഈ വിശാഖയായിരുന്നു അത്, ലളിത വിശാഖ എന്ന് എപ്പോഴും ഞാൻ പറയില്ലേ. അന്നേരം ഈ 8 സഖിമാരാ രാധാറാണിക്കുള്ളത്. അന്നേരം ഈ 8 സഖിമാരിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ലളിത വിശാഖ. ഏറ്റവും ക്ലോസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ക്ലോസ് ആയിട്ടുള്ള ഒരു സഖിയാണ് ലളിത വിശാഖ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വിശാഖയായിരുന്നു ആ ബ്രാഹ്മണ സ്ത്രീയായിട്ട് വന്നത്. അന്നേരം വിശാഖ ചെന്നിട്ട് രാധാറാണിയോട് പറഞ്ഞു,
ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അവന്റെ ആശയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട്. അവർക്കൊക്കെ അന്തരാമികളല്ലേ, അവർക്കൊക്കെ അറിയാമല്ലോ. അന്നേരം പിലാന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് രാധാറാണിക്ക് മനസ്സിലായി. അന്നേരം ഒരു കാര്യം ചെയ്യൂ, എന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ. വിശാഖദേവി വന്നു. വിശാഖദേവി അതേ ആ ബ്രാഹ്മണസ്ത്രീയുടെ വേഷത്തിൽ വന്നിട്ട് അവരുടെ ആ ഒരു മായാജാലത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നു. ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുപോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു. അന്നേരം ആ കൊലുസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം രാധാറാണിയോട് പറയുന്നു, അമ്മ ഞാനാണെന്നുണ്ടെങ്കിൽ ജഗജ്ജനനി, എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കാണണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം മാറ്റി വെച്ചത്. അല്ലാതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ തരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മാറ്റി വെച്ചത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ദുഃഖിലാലെ, എനിക്കറിയാം നിന്റെ നിന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു തരത്തിലും വിഷമിക്കേണ്ട, എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഗോലോക വൃന്ദാവനത്തിൽ കുറച്ച് സമയേ ദുഃഖിലാല് ചെലവഴിച്ചിട്ടുള്ളതിലും എന്നെ പിന്നെ തിരിച്ച് നീ ഭൂമിയിലേക്ക് പോവുക എന്ന് പറയാം, പോവൂ എന്ന് പറയും. അന്നേരം പറയും, എന്നെ ഇനി ഭൂമിയിലേക്ക് വിടരുതേ എന്നുള്ള ആ ഒരു അപേക്ഷ ഇങ്ങനെ കണ്ണുനീരോടുകൂടി രാധാറാണിയുടെ അടുത്ത് പറയുന്നു, എന്നെയും ഇവിടെ തന്നെ നിർത്തണേ. അത് പറയും, ഈ ശരീരത്തോടുകൂടി നിനക്ക് ഈ ഗോലോക വൃന്ദാവനത്തിൽ നിൽക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് നീ പോയാലേ പറ്റൂ എന്ന് പറയും. അന്നേരം ഭയങ്കര വിഷമമാവുമ്പം രാധാറാണി എന്ത് ചെയ്യും? തന്റെ ഹൃദയത്തിൽ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ശ്യാം സുന്ദര, ഒരു നല്ല രസമുണ്ട് അത് കാണാനെ കൊണ്ട്. എന്നിട്ട് ചെറിയൊരു ശ്യാം സുന്ദരനെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ദുഃഖിലാന് കൊടുത്തു. ദുഃഖിലാന് നിന്റെ പേര് ഇനി തൊട്ട് ദുഃഖിലാൻ എന്നല്ല, നിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാം സുന്ദർ, ശ്യാം സുന്ദർ. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേരും മാറ്റി. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആ വിഗ്രഹവും കൊടുത്തു എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ തന്നെ അമ്പലത്തിന് അവരുടെ ആശ്രമത്തിന്റെ അവിടെ തന്നെ കൊണ്ടുവിട്ടു. കൊണ്ടുവിട്ടിട്ട് ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ആ ചെറിയ വിഗ്രഹം നമുക്ക് കാണാമെന്നുള്ളത്. ആ രാധാറാണി വേറെ എങ്ങും ഇല്ല എന്നുള്ളതാ. ഡയറക്റ്റ് രാധാറാണിയുടെ ഹൃദയത്തിൽ നിന്ന് വന്നേ ആ വിഗ്രഹം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം ശ്യാംലാൽ എന്ത് ചെയ്തു, അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊച്ചൊരമ്പലമൊക്കെ ചെയ്തിട്ട് ആ വിഗ്രഹത്തെ പൂജിക്കാൻ തുടങ്ങി. ആ വിഗ്രഹത്തെ പൂജിക്കാൻ തുടങ്ങിയപ്പം ഉജ്ജയിനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഹാരാജിന്റെ അവിടെ ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭക്തന്മാരെ. അല്ലാതാണെന്നുണ്ടെങ്കിൽ വെറുതെ ഭക്തി ഇല്ലാവർക്കോ അല്ലെങ്കിൽ കുറച്ച് ഭക്തി ഉള്ളവർക്കോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടെ രാജാവിനാണെന്നുണ്ടെങ്കിൽ സ്വപ്നദർശനം കിട്ടി. രാധാറാണിയുടെ ഒരു വിഗ്രഹം അവിടെ ഉണ്ട്. അത് കൊണ്ടു ചെന്നിട്ട് വൃന്ദാവനത്തില് ഇങ്ങനെ രാധാ ശ്യാം സുന്ദര അമ്പലമുണ്ട്. ആ അമ്പലത്തില് ആ വിഗ്രഹം കൊണ്ടുവെക്കണമെന്ന് പറയുന്നു. എന്നിട്ട് രാധാറാണിയുടെ ആ വിഗ്രഹം ഉജ്ജയിനിയിൽ നിന്ന് ഇവിടെ അതും അതേപോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. എന്നിട്ട് ഉജ്ജയിനിൽ നിന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കുന്നു. അന്നേരം അതാ ആ അമ്പലത്തിന് രാധാ ശ്യാം സുന്ദർ എന്നുള്ള ആ ഒരു പേര് കൊടുത്തു. നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് പോകുന്നുള്ളത്. അത്രയ്ക്കും ഭഗവാനും രാധാറാണിയും ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷത്തിലുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് വരുമെന്നുള്ളതാ. എന്നിട്ട് ഈ ശ്യാംലാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇങ്ങനെ ഭജനക്രിയകളൊക്കെ ചെയ്ത് ഏത് അമ്പലത്തിനും ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭജനം വേണം, നാമസങ്കീർത്തനം വേണം. നാമം എവിടെയുണ്ട് അതല്ലേ വൃന്ദാവനവാസികൾ പറയുന്നത്. ഹമാര ഠാക്കൂർ കിധർ ഭി നഹീ ജായേഗ. ഞങ്ങളെ വിട്ടിട്ട് ഞങ്ങളുടെ ഠാക്കൂർ എവിടെ പോവാനെ കൊണ്ടാ? ഞങ്ങൾ ഇത്രേ എപ്പോഴും കണ്ണാ 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 എന്ന് പറയും. എവിടെങ്കിലും പോയാലും ആ കണ്ണൻ ഇങ്ങനെ ഈ വിളി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ണന് പോകാൻ പറ്റും? അതുകൊണ്ട് ആ കണ്ണൻ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അന്നേരം ആ നാമങ്ങളും ഭജനയും കാര്യങ്ങളുമായിട്ട് ശ്യാംലാലാണെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങളൂടെ കഴിഞ്ഞിട്ട് പിന്നെ ശരീരം ഉപേക്ഷിച്ച് നേരെ ഗോലോക വൃന്ദാവനത്തിൽ പോയെന്നാണ് അത് പറയുന്നതെന്നുള്ളത്. ആ ഓരോ ഈ വൃന്ദാവനത്തിലുണ്ടല്ലോ ഇതേപോലെ അതിഭക്തന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാരായി ഇങ്ങനെ ഒരുപാട് പേര് ഷഡ്കോസ സർവീസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഗോലോക വൃന്ദാവനത്തിൽ ചെന്നിട്ട് മഞ്ചരികളാവും. മഞ്ചരികളാവും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് രാധാറാണിയുടെ തോഴിമാര് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിൽ വരും എന്നുള്ളത്. അന്നേരം നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഡയറക്റ്റ് സേവയല്ല നമുക്ക് വേണ്ടുന്നത്. അന്നേരം ഭക്തരുടെ സേവ നമ്മൾ ചെയ്യണം. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഞാൻ അന്ന് രാധാറാണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ എപ്പോഴും രാധാ എപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും വൃന്ദാവനത്തിൽ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ഗുരുപൂജ, ആദ്യം ആണെന്നുണ്ടെങ്കിൽ മംഗളാരതിക്കാണെന്നുണ്ടെങ്കിൽ
ശീലപ്രഭുപാദരുടെ ആണ് സംസാരദാവാല് ചൊല്ലിക്കഴിഞ്ഞ് ശീലപ്രഭുപാദരുടെ ആ സമാധി മന്ദിറിലെ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വന്നിട്ട് ഭഗവാനെ ഉണർത്തത്തുള്ളൂ എന്നുള്ളതാണ്. അന്നേരം ഭഗവാൻ ഏറ്റവും ഇഷ്ടം അത് തന്നെയാ. ഭഗവാന്റെ ദാസരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ ചെയ്യണ്ടേ? ആ ദാസാനുഭാവത്തിൽ വേണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഭഗവാനെ ഇത് ചെയ്യാൻ പറ്റില്ല. അന്നേരം ശീലപ്രഭുപാദിനെ നമ്മൾ പൂജിച്ചു, എന്നിട്ട് രാധാറാണിയുടെ പെർമിഷൻ എടുക്കണം. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാ. രാധാറാണിയെ പിന്നെ നമ്മൾ പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് രാധാറാണിയുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ശ്രീകൃഷ്ണനെ നമുക്ക് പൂജ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക്കലി വരുന്ന, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് ഒക്കെ അങ്ങ് ചെയ്തൊക്കെ അങ്ങ് പോകും. അതിനും ഭഗവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രത്യേക അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പോയിരിക്കണം. അങ്ങനെ എന്നിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ, മംഗളാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ശിഷ്യന്മാര്, ഭഗവാന്റെ ശിഷ്യര്, ഭഗവാനെ ആര് ഇത് ചെയ്യുന്നുണ്ടോ അവരുടെ ശിഷ്യന്മാരായിട്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാസാനുഭാവത്തിൽ വേണം നമ്മുടെ ആ ഒരു മൂഡ്. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഞാനങ്ങ് വലുത്, ഞാനങ്ങ് ചെറുത് എന്നുള്ള ആ ഒരു രീതിയിലല്ല. ഈ ശ്യാംലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വലിയ ഒരു ജമീന്ദാറുടെ മോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭു കുടുംബം ഇല്ലേ, ആ പ്രഭു കുടുംബത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാ ഇവിടെ എന്നുള്ളതാണ്. അതേപോലെ നരോത്തം ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജാവിന്റെ മകനായിരുന്നു. അതേപോലെ ഈ വന്നിരിക്കുന്ന ഈ വലിയ വലിയ ഭക്തന്മാരെല്ലാം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ സന്യാസം എടുത്തു. അങ്ങനല്ല. നമ്മുടെയൊക്കെ ചിന്ത എങ്ങനെയാ, ഒന്നും കഴിക്കാനില്ലാത്തവർക്ക് നേരെ പോയിട്ട് സന്യാസം എടുക്കുക. അങ്ങനല്ല. ആ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും പൂന്താനം പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിയിട്ട വാഴ പോലെ വീണ് അവരെ നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. നമസ്കരിക്കുന്നതിൽ കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ കേരളീയർക്ക് മുട്ടില്ല, ഓരോരുത്തർക്കും മുട്ടില്ല നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ കേരളത്തിൽ മാത്രം ഇങ്ങനെ വരുന്നത്? എന്താ ചെറുപ്പത്തിലേ അവരെന്താ പറ്റുന്നത്? താഴെ ഇരുത്തി കൊച്ചുങ്ങൾക്ക് ഒന്നും കൊടുക്കത്തില്ല, പഠിപ്പിക്കത്തില്ല. എല്ലാം ഡെസ്കിലും എല്ലാം ഉയരത്തിലിരുന്നിട്ടുള്ള. അന്നേരം അങ്ങനെ ആ ഒരു കാലിന്റെ ആ ഒരു എക്സർസൈസും ഒന്നും ഇല്ലാതെ വന്നു. അങ്ങനെയായി കൂടുതൽ കുഴപ്പങ്ങള്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഡയബറ്റീസ്, ഇത്രയും ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വെളിനാട്ടിൽ വന്നനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ വർഷം കൊണ്ട് വെളിനാട്ടിൽ കഴിയുന്നത്. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ ബോംബെ പോലുള്ള മഹാപട്ടണത്തിൽ പോലും ഇത്രയും കാര്യങ്ങളില്ല. എന്താണോ നമ്മുടെ ശരീരം ആണെങ്കിൽ അവിടെ ഒരു ജോലി ആരും ചെയ്യുന്നില്ല. അതായി കുഴപ്പം. എനിവേ എന്തായാലും ആയിക്കോട്ടെ. നമ്മൾ ഇന്ന് രാധാശ്യാം സുന്ദർ അമ്പലത്തിൽ പോയി അവിടുത്തെ ആ ഒരു കുഞ്ഞു വിഗ്രഹം രാധാശ്യാം സുന്ദർ കി ജയ്, രാധാശ്യാം സുന്ദർ കി ജയ്, രാധാശ്യാം ജയ്. മനസ്സിൽ കണ്ടോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഭഗവാൻ അത് സാധിച്ചു എന്ന് പറയുന്നത്. ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കുള്ള ഒരു ഇതാണ് ആ അമ്പലത്തിന്റെ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് രാധാശ്യാം സുന്ദറിന്റെ അമ്പലത്തിൽ പോയി എന്നിട്ട് പിന്നെ വേറെ ഒരു ഇടം കൂടെ കൊണ്ടുപോകാൻ ആ സൈഡ് അങ്ങ് തീരും. ജാടുമണ്ടൽ എന്ന് പറയും. ജാടുമണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് ഉണ്ടല്ലോ, ഈ ഗോതമ്പ് നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു ചുറ്റിക്കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആട്ടത്തില്ലേ, ആട്ടുകല്ലല്ല കേട്ടോ, വേറൊരു എണ്ണം ഉണ്ട്. അത് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നിട്ട് അങ്ങനെ ഞാൻ ശബ്ദം കേൾക്കും. അത് തന്നെ അവരെന്ന് പറഞ്ഞ് ഗോതമ്പ് പിടിച്ച് കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? അപ്പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആധ്യാത്മിക ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. വേദങ്ങൾ പഠിപ്പിക്കുകയും പിന്നെ പുരാണങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്നേരം അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായി ഈ അമ്മൂമ്മയുടെ ഈ കിറ് എന്നുള്ള ശബ്ദത്തില്. ഒരു ദിവസം അവര് എന്ത് അമ്മൂമ്മയോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ കേൾക്കത്തില്ല. അമ്മൂമ്മ ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഭഗവാൻ സ്വയം വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? കാല് വെച്ചിട്ട് ആ സാധനത്തിനെ അങ്ങ് നിർത്തി എന്നുള്ളത്. മനസ്സിലായി പറഞ്ഞ് ഭഗവാന്റെ കാല് വെച്ച് ഇങ്ങനെ കറക്കുന്ന ഉണ്ടല്ലോ, അതിനെ അങ്ങ് നിർത്തി കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചരന്റെ ചിഹ്നം ഉണ്ടല്ലോ,
ഇപ്പോഴും ഉണ്ടാ ഇങ്ങനെ ആ കറക്കുന്ന ആ സാധനവും ഭഗവാന്റെ ആ ചരൺ ചിഹ്നവും അവിടെ പാദത്തിന്റെ ചിഹ്നവും അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ജാഡു മണ്ഡൽ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അമ്മൂമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് വേറെ ഉപജീവനമാർക്കൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അന്നേരം സ്റ്റുഡൻസിനും ശല്യമില്ല, അമ്മൂമ്മയ്ക്കും കുഴപ്പമില്ലാതെ ഭഗവാൻ അത് കൈകാര്യം ചെയ്യുന്നു. അതാ പറയുന്നത്, എവിടെ യഥാർത്ഥ ഭക്തി ഉണ്ടോ അവിടെ ഭഗവാൻ അവിടെ വരുമെന്നുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ നമുക്കുണ്ടല്ലോ പാവങ്ങളൊന്നും വേണ്ട. എന്തൊരു പാവം ഒന്നുമില്ല. അങ്ങനെ ഒരു പുലോളം താഴ്മയോടും നമുക്ക് നമ്മുടെ ഈ നാരായണീയം പഠിച്ചെടുക്കണം കേട്ടോ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ നാരായണീയത്തിലേക്ക് വരാം. എല്ലാവരും മനസ്സുകൊണ്ട് ജാഡു മണ്ഡലിൽ പോയി രാധാ ശ്യാം സുന്ദറിന്റെ അമ്പലത്തിലുണ്ട്. തൊഴുതോ എല്ലാരും? തൊഴുതോ? തൊഴുതു. വളരെയധികം സന്തോഷമായിരുന്നു. എല്ലാരും രാധാ ശ്യാം സുന്ദറിന്റെ അമ്പലം ഭയങ്കര രസമായിട്ടോ. അവിടുത്തെ ആ സിംഗാരം കാണാൻ വേണ്ടി, അവിടുത്തെ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വൃന്ദാവനത്തിൽ വരുന്ന സമയം ഈ അമ്പലത്തിലൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. ആരുടെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ വിഗ്രഹവും ഭയങ്കര സൗന്ദര്യമാണ്. വിഗ്രഹവും ഭയങ്കര സൗന്ദര്യമാണ് അല്ലെ മാതാജി? വിഗ്രഹം ഭയങ്കര സൗന്ദര്യം, ബ്യൂട്ടിഫുൾ വിഗ്രഹമാണ്. അതാണ് വളരെ ചെറുതാട്ടോ. പക്ഷെ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വിഗ്രഹമല്ലേ അത്. അതിനെ ഭയങ്കര ചെറുതാ. പക്ഷെ നല്ല അവിടത്തെ ആ ശൃംഗാരം, ആ വിഗ്രഹങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. അത്രയ്ക്കും രസമായിട്ട് അവര് ഒരുക്കുന്നതും എല്ലാം ഭയങ്കര ഇതാണ്. കൃഷ്ണ രാധേ ശ്രീ രാധേ. ഇന്നലെ നമ്മൾ സൃഷ്ടിഭേദങ്ങൾ പഠിച്ചു. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് ആദ്യമാണെങ്കിൽ സൃഷ്ടി നടത്തിയത്. ഞാൻ എന്നൊരു ഭാവത്തിലായിരുന്നു, അതുകൊണ്ട് തമോ ഗുണമായിട്ടുള്ള സൃഷ്ടികളാ വന്നത്. പിന്നെ എന്താ ചെയ്തത്? ഭഗവാന്റെ ആ സ്വയം വെളിപ്പാടുണ്ടായി, നീ തപം ചെയ്യൂ. എന്നിട്ട് തപസ് ചെയ്തു ഏകാഗ്രമായി ഭഗവാന്റെ ചരണം മാത്രം സ്മരിച്ചുകൊണ്ട് തപസ് ചെയ്തു. തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് വന്നു സനകാദികള് 4 കുമാരന്മാര്. പക്ഷെ അവരോട് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നേരെ അവര് തപസ്സിന് വേണ്ടിയിട്ട് പോയി. അന്നേരം അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായ സമയത്ത് ബ്രഹ്മാവ് ശകലം ദേഷ്യം പോലെ വന്നു. അതിൽ നിന്നിട്ട് പുരുഹക്കൊടി വന്നിട്ട് എന്ത് ചെയ്യുന്നു? രുദ്രൻ വന്നു. രുദ്രനെ 11 രുദ്രന്മാരാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? രുദ്രാണികളെയും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു സൃഷ്ടി തുടങ്ങാൻ പറഞ്ഞു. സൃഷ്ടി തുടങ്ങാൻ പറഞ്ഞു. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് രുദ്രാവിശിഷ്ട ഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേത മാമാ പ്രജാസ്രജ തവച്ചര്യ മംഗലായേതി ആജഷ്ടദം കമലഭൂർഭവദീരിതാത്മാ രുദ്രാവിസൃഷ്ട ഭജതാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേത മാമാ പ്രജാസ്രജ തവച്ചര്യ മംഗലായേതി ആജഷ്ടദം കമലഭൂർഭവദീരിതാത്മാ രുദ്രാവിശിഷ്ട ഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേത മാമാ പ്രജാസ്രജ തവച്ചര്യ മംഗലായേതി ആജഷ്ടദം കമലഭൂർഭവദീരിതാത്മാ രുദ്രാവിശിഷ്ട ഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേത മാ അവിടെ ഒരു കോമ കൊടുത്തോണേ. അരുത്, മതി മതി എന്ന് പറയുന്നത്. പ്രജാസ്രജ തവച്ചര്യ മംഗലായേതി ആജഷ്ടദം കമലഭൂർ ഭവദീരിതാത്മാ. വായിക്കോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേത മാമാ പ്രജാസൃജ തവച്ചര മംഗലായേതി ആചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രുദ്രാവിസൃഷ്ട ഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയ പീതചേതാഃ മാമാ പ്രജാസൃജ തപച്ഛര മംഗളായേ ആജഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. കമലഭൂർഭവദീരിതാത്മാ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
രുദ്രാവിസൃഷ്ടാ ഭയദാകൃതരുദ്രസംഘ സംഭൂര്യമാണാം ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജതാപച്ഛരമംഗളേനി അത്യാചഷ്ടാതം കമലപൂർഭവ ദീജിതാത്മാ. ഒരു പ്രഭുജിമാരുടെ വായി. ഹരേ കൃഷ്ണ. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ വീതചേതാം മാമാ പ്രജാ സൃജത തപശ്ചര മംഗലായേ താക്ഷാഷ്ടതം കമലപൂർവതീരിതാത്മാ. ഹരേ കൃഷ്ണ. രുദ്രന്മാരെന്ത് ചെയ്തു? രുദ്രാഭിശിഷ്ടമയതാകൃതി രുദ്രസംഘ. രുദ്രന്മാരെല്ലാരും കൂടെ എന്ത് ചെയ്തു? സൃഷ്ടി തുടങ്ങി. സൃഷ്ടി തുടങ്ങിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സൃഷ്ടി അത് ചെയ്തത്? അവര് ഭയതാകൃതി രുദ്രസംഘ. രുദ്രന്മാരുടെ ആ ഒരു ഭൂതപ്രേത പിശാചികളുണ്ടല്ലോ, ആ ഒരു സൃഷ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഭയം ഭുവനത്രയം മൊത്തം ഭീത ചെയ്ത സമ്പൂര്യമാണ് ഭുവനത്രയ ഭീത ചെയ്ത മൊത്തം ഭുവനത്തിലും ഭീതി ഉണ്ടാക്കത്തത് പോലുള്ള സൃഷ്ടി രുദ്രന്മാര് ചെയ്തു. അന്നേരം എന്ത് പറഞ്ഞു? മാമാ പ്രജാസ്രജ. മാമ മതി മതി, പ്രജകളെ സൃഷ്ടിച്ചത് മതി. എന്നിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച ഈ ബ്രഹ്മാവ് പറയുന്നത് തപശ്ചര്യ മംഗലായേതി. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രജാ സൃഷ്ടി നിർത്തൂ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങള് തപസ്സിന് പോവൂ. തപശ്ചര്യ മംഗലായേതി ആദിഷ്ടതം കമലഭൂ ഭവതീരിതാത്മാ. കമലപൂർണ്ണ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രഹ്മാവ് പറഞ്ഞു മാമാ പ്രജാസൃജ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? തപശ്ചര്യ മംഗലായി. മംഗളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവര് തപസ്സിന് പറഞ്ഞു വിട്ടു. എന്നിട്ട് സൃഷ്ടി മുന്നോട്ട് പോകുന്നില്ല. മനസ്സിലായി പറഞ്ഞു. എന്നിട്ട് അടുത്തത് തത്രാംഗിരാകൃതമുനി പുലഹ പുലസ്ത അംഗാരജായത ഭൃഗച്ച വസിഷ്ഠദക്ഷോ ശ്രീനാരദച്ച ഭഗവാൻ ഭവതംഘ്രിദാസ തസ്യാദ സർഗരസികസ്യ മരീചിര് അത്രി. മരീചിർ മുനിയ അവന് അത്രി മുനി, അതിനെ പറയുന്നു. തത്രാംഗിരാകൃതമുനി പുലഹ പുലസ്താം അംഗാരജായത ഭൃഗച്ച വസിഷ്ഠദക്ഷോ ശ്രീനാരദച്ച ഭഗവാൻ ഭവതംഘ്രിദാസ തസ്യാദ സർഗരസികസ്യ മരീചിര് അത്രി തത്രാംഗിര കൃതമുനി പുലഹ പുലസ്ത അംഗാരജായത ഭൃഗച്ച വസിഷ്ഠദക്ഷോ ശ്രീനാരദച്ച ഭഗവാൻ ഭവതംഘ്രിദാസ. ഹരേ കൃഷ്ണ. തസ്യാദസർഗരസികസ്യ മരിചിരത്രി തത്രാംഗിര കർതൃമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുച്ച വസിഷ്ഠദശൗ ശ്രീനാരദച്ച ഭഗവാൻ ഭവതംഘ്രിദാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ കൃതുമുനി പുലഹ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിര കൃതുമുനി പുലഹ പുലസ്ത്യാം സംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിര കൃതമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവാൻ ഭവതംഘ്രിദാസ. ഹരേ കൃഷ്ണ. അവര് പ്രവചിവിടെ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തസ്യാദ സ്വർഗരസികസ്യ മരീചിരത്രി തസ്തംഗരസ്യ
कृतमुनि पुलस्त्या अंगाद जयदा भृगुच्च वसिष्ठ दर्शौ श्रीनारदच्च भगवान् पवदङ्गकृदास कृष्ण അങ്ങനെ സൃഷ്ടിയിൽ രസിച്ചിരുന്ന ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി രസിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ഓരോരോ അംഗത്തിൽ നിന്നിട്ട് ഓരോരുത്തരുണ്ടായി. മരീചി, പിന്നെ അത്രി, പിന്നെ അങ്കിരസ്, പിന്നെയോ കൃതുമുനി, പുലഹന്, പുലസ്തന്, പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കില് പുലസ്തൻ, ഭൃഗു, പിന്നെ വസിഷ്ഠന്, പിന്നെ ഇവിടെ നിന്ന് നാരദര്. ഈ മുനിമാരെല്ലാവരും ഉണ്ടായി. മരീചിന്, അത്രിമുനി, അങ്കിരസ്, കൃതുമുനി, പുലസ്ത, പിന്നെ ഭൃഗുമുനി, വസിഷ്ഠന്, ശ്രീനാരദര്. ഇങ്ങനെ ഭഗവാന്റെ ബ്രഹ്മാവിന്റെ ഓരോ അംഗത്തിൽ നിന്നിട്ട് ഓരോരോ മുനികൾ ഉണ്ടാവും. ധർമാദികാനവിസജന്യത കർത്തമഞ്ച വാണിം വിധായ വിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈത്തനൂജേ ഉദ്ബോധിതച്ച വിരരാമതമോ വിമുഞ്ചേ. ധർമാദികാനവിസജന്യത കർത്തമം ച വാണിം വിധായ വിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈത്തനൂജേ ഉദ്ബോധിതച്ച വിരരാമതമോ വിമുഞ്ചന്. ധർമാദികാനവിസജന്യത കർത്തമം ച വാണിം വിധായ വിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈത്തനൂജേ ഉദ്ബോധിതച്ച വിരരാമതമോ വിമുഞ്ചൻ. ധർമാദികാനവിസജന്യത കർത്തമം ച വാണിം വിധായ വിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈത്തനൂജേ ഉദ്ബോധിതച്ച വിരരാമതമോ വിമുഞ്ചന്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമാദികാനപി സൃജന്നധ കർദ്ധമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധർമാദികാനഭിസൃജ്യ നദകർത്തൃം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖസ്തനുജേ ഉദ്ബോധിതച്ച വിരരാമ തമോ വിമുഞ്ചൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധർമാദികാനഭിസൃജന്നധ കർദമം ച വാണിം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ ഉദ്ബോധിതച്ച വിരരാമ തമോ വിമുഞ്ചൻ. ഹരേ കൃഷ്ണ മാതാജി. ഒരു പ്രഭുജിയുടെ വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. ആരൊന്നും ഇല്ലയോ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. കർമാദികാനഭിസൃജന്നധ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ഹരേ കൃഷ്ണ. ഹരി ബോളാ. എന്തിനാ അവന് മടിക്കുന്ന ഇത്രയും നല്ലോണം വായിക്കുമ്പോ? എന്നിട്ട് എന്ത് ചെയ്തു? ധർമാദിക്കാനപി സജന്നത കർത്തമം ച. ധർമ്മദേവനെ പിന്നെ സൃഷ്ടിച്ചു, പിന്നെ കർത്തമമുനിയെ സൃഷ്ടിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്താ? വാണിം വിധായ വിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈസ്തനൂജേ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചേ. ധർമ്മദേവനെ സൃഷ്ടിച്ചു, എന്നിട്ട് കർത്തമനെ സൃഷ്ടിച്ചിട്ട് പിന്നെ ആരെയാ? വാണി. ആരെ സൃഷ്ടിച്ചു? സരസ്വതി ദേവിയെ. സരസ്വതി ദേവിയെ സൃഷ്ടിച്ച സമയത്തുണ്ടല്ലോ സൗന്ദര്യത്തിൽ മതിമറന്ന് ബ്രഹ്മാവ് പോലും ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് സരസ്വതി ദേവിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് പോകുന്ന സമയത്ത് സനകന് അതിന്റെ ദക്ഷന് ആ മക്കളാണെന്നുണ്ടെങ്കിൽ അരുതേ 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 എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ തടഞ്ഞു എന്നുള്ളതാ. ആ ബ്രഹ്മാ നോക്കിക്കോണം, സൃഷ്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ സൃഷ്ടികർത്താവ് ബ്രഹ്മാവ്, എന്നിട്ട് പോലും ആണെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മാവിന്റെ ആ മതിഭ്രമം ഒരു നിമിഷത്തേക്ക് പോയി എന്നുള്ളതാ.
പക്ഷെ അവിടെ തടഞ്ഞതാരാ? സ്വന്തം മക്കള്. അതായത് ഈ വന്ന കാലത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നതേ ശരിയുള്ളൂ, നമ്മൾ മാത്രമേ ശരിയുള്ളൂ, നമ്മൾ ചെയ്യുന്നതേ ശരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇത് ആദ്യകാലം മുതലേ വരുന്നതാ. എന്നിട്ട് ഈ ബ്രഹ്മാവിന്റെ ശരീരം പിന്നെ സ്വയം ബ്രഹ്മാവ് ഉപേക്ഷിക്കുന്നു, പിന്നെ വേറെ ബ്രഹ്മാവിന്റെ ശരീരം എടുക്കുന്നു, അങ്ങനെയൊക്കെ പിന്നെ ഉള്ള വേറെ കഥകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ഒരു പാഠമാണ് വന്നിരിക്കുന്നതെന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സമത്വം പറയുന്ന ആൾക്കാർ, സ്ത്രീകൾ, ഞാനും വേറെ ഒന്നുകൊണ്ടും പറയുമല്ല, സമത്വം എപ്പോഴും സമത്വം. ഭഗവാന്റെ സൃഷ്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൃഷ്ടികൾക്ക് അനുസരിച്ച് വേണം നമ്മൾ പോകാനൊക്കെ ഉണ്ടെന്നുള്ളത്. അത് ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ കേൾക്കണമെന്നുള്ളതാണ്. മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെക്കാൾ ഇളയവരായി കഴിഞ്ഞാലും അതിലൊന്നും ഒരു ശങ്ക വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ സനകനും ദശനും ദക്ഷൻ എന്ന് പറയുന്ന രണ്ട് പുത്രന്മാരെ ബ്രഹ്മാവിനെ അരുതേ അരുതേ പറഞ്ഞിട്ട് സരസ്വതി ദേവിയുടെ പുറകെ പോയ ബ്രഹ്മാവിനെ തട്ടതെന്നുള്ളതുണ്ട്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളുടെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഓരോ പാഠങ്ങൾ തരുവാണെന്നുള്ളതാണ്. ആ പാഠം നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നുള്ളത്. ആ സമത്വക്കാർ എപ്പോഴും ഓർത്തോണം. ചില ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ഒരു 12 മണിക്കൂർ സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ ഈ സമത്വം പറയുന്ന ആൾക്കാർ. പക്ഷെ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും. അതിന് ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഭഗവാന്റെ ആ ഒരു സൃഷ്ടി അങ്ങനെയാണ്. നമ്മളെ സ്ത്രീകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോലമായിട്ട് നമ്മുടെ ശരീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം പുരുഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള അവർക്കിടെ അമാസിക്സും അതും ഇതും ഒക്കെ അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ഓർത്തോണം, നമുക്കുണ്ടല്ലോ പ്രകൃതിയുടെ ആ സൃഷ്ടിയില് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോവാണ്. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയുടെ സൃഷ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൃഷ്ടിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുക. ആ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം നിയമങ്ങളെ പാലിക്കാത്തത് കൊണ്ടാണ് കണ്ടില്ലേ പ്രകൃതി തന്നെ അങ്ങ് ശോഭിച്ചിരിക്കുവാണെന്നുള്ളത്. അതിവൃഷ്ടി, വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ, പിന്നെ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. പ്രകൃതി തന്നെ ടോട്ടലി മാറിയിരിക്കുക. അതായത് പ്രകൃതിക്കുണ്ടൊരു അധർമ്മം സഹികെടുന്ന സമയത്തായി ഈ പ്രകൃതിയാണെന്നുണ്ടെങ്കിൽ ആ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ കുറയ്ക്കാനൊക്കെ കൊണ്ടുള്ള പരിപാടികളോ ഒക്കെ ഇങ്ങനെ പ്രകൃതി തന്നെ നോക്കുന്നതിനുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ കാര്യം പ്രകൃതിയുടെ ആ ഒരു നിയമങ്ങളുണ്ട്, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ തരുന്നതെന്നുള്ളത്. ഇത് നടക്കുന്നതെന്നല്ല പറയുന്നത്, പക്ഷെ എക്സാമ്പിളിൽ കൂടി നമ്മളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുവാണ് അതിനു വേണ്ടിയിട്ട്. അന്നേരം നമ്മൾ കണ്ടു മുനിമാരെ എല്ലാവരെയും സൃഷ്ടിച്ചു, പിന്നെ ധർമ്മരാജാവിനെ സൃഷ്ടിച്ചു, പിന്നെ കർത്തവനെ സൃഷ്ടിച്ചു, പിന്നെ വാണിദേവിയെ സൃഷ്ടിച്ചു. ഏതാൻ പുരാണ നിപകാനവി സർവവിദ്യ പൂർവന്യജാനന ഗണ ചതുരാനനോസോ പുത്രേഷു ദേശു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവാം തവ പദാംബുജ ആശ്രിതോ ഭൂതേ. വേദാൻ പുരാണ നിപകാനവി സർവവിദ്യ പൂർവന്യജാനന ഗണ ചതുരാനനോസോ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവാം തവ പദാംബുജ ആശ്രിതോ ഭൂതേ. വേദാൻ പുരാണ നിപകാനവി സർവവിദ്യ കുർവന്നിജാനന ഗണ ചതുരാനനോസോ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവാൻ തവ പദാംബുജ ആശ്രിതോ ഭൂതേ. വേദാൻ പുരാണ നിപകാനവി സർവവിദ്യ കുർവന്നിജാനന ഗണ ചതുരാനനോസോ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവാ തവ പദാംബുജ ആശ്രിതോ ഭൂതേ. വേദാൻ പുരാണ നിപകാനവി സർവവിദ്യ കുർവൻ നിജാനന ഗണ ചതുരാനനോസോ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവം തവ പദാംബുജം ആശ്രിതോ ഭൂത്. തവ പദാംബുജം ആശ്രിതോ ഭൂത്. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യ കുർവൻ നിജാനന ഗണ ചതുരാനനസൗ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തി അപ്രാപ്നുവംസ്തവ പദാംബുജ ആശ്രിതോ ഭൂത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യ കുർവൻ നിജാനന ഗണ ചതുരാനനോസൗ
പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാനുവംസ്തവ പദാംബുജമാശ്രിതോഭൂത്. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. വെരി ഹരേ ഗുഡ്. കൃഷ്ണ. ഹരേ കൃഷ്ണ. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യ പൂർവൻ നിജാനന ഗണച്ചായ ഗണു വിനിധായ സസർഗവൃദ്ധി അപ്രാപ്നു വംസ്തവ പാദാംബുജോ ആശ്രിതോ ഭൂൽ. ഹരേ കൃഷ്ണ. കുർവൻ നിജാനന. നിജാനന ആ നായനോട് ഒരു ഫോം കൊടുത്തു വേണമെങ്കിൽ. ഗണ ചതുരാനനോസോ. ഗണ ചതുരാനനോസോ. കുർവൻ നിജാനന ഗണ ചതുരാനനോസോ. ഓക്കെ. വേറൊരാളോട് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൾ. വായിച്ചോളൂ. കൃഷ്ണ. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യ കുർവൻ നിജാനന ഗണാചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. ഹരേ കൃഷ്ണ മാതാജി. ഒരു പ്രഭുജോട് വായിരേ. ഹരേ കൃഷ്ണ. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യ കുർവൻ നിജാനന ഗണാചതുരാനനോ അസൗ പുത്രേഷു തേഷു വിദിതായ സർവവൃത്തി മാപ്രോന്വംസ്തവ പദാംബുജമാശ്രിതോ ഭൂൽ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആ വേദ ഈ ചതുർമുഖനെ എന്ത് ചെയ്തു? വേദങ്ങള്, പിന്നെ പുരാണങ്ങള്, സർവവിദ്യകളും പുത്രേഷു തേഷു വിനിതായസ, എന്നിട്ട് പുത്രന്മാർക്ക് കൊടുത്തു. മരീചി മുതലായ പുത്രന്മാരുണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മരീചി, അത്രി, പിന്നെ അങ്കിരസ്, അങ്ങനെയൊക്കെയുള്ള ആ പുത്രന്മാർക്ക് എല്ലാ ഈ വേദങ്ങളും പുരാണങ്ങള് എങ്ങനെയുള്ള എല്ലാ വിദ്യകളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ പദാംബുജം ആശ്രിതോപൂത്, സൃഷ്ടി മുന്നോട്ട് പോകുന്നില്ല. മനസ്സിലായോ? ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്താ? മഹർഷിമാരായോണ്ടുണ്ടല്ലോ സൃഷ്ടി മുന്നോട്ട് പോകുന്നില്ല. എന്നിട്ട് സൃഷ്ടി മുന്നോട്ട് പോകാതിരുന്നപ്പോ എന്ത് ചെയ്തു? പദാംബുജ ആശ്രിതോ പൂത്. നമ്മൾ ചെയ്യുന്ന പോലെ ഭഗവാനെ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനെ വിളിക്കത്തില്ലേ? അതേപോലെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു? പദാംബുജം, ഭഗവാന്റെ പാദം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് തപസ് ചെയ്യാന് തുടങ്ങി. പിന്നെ അപ്രാപ്നുവം തവ പദാംബുജ ആശ്രിതോപത, അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചു. അന്നേരം എന്ത് പറഞ്ഞു? ജ്ഞാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപും സ്വഭാവമജമന്മനോ തത്പദൂപ്യ താപ്യാന്ത മാനുഷകുലാനി വിവർത്തയസ്തം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഹ. ജ്ഞാനന്നുപായമത ദേഹ അജോ വിഭജ്യ, ജ്ഞാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപും സ്വഭാവമജമന്മനോ തത്പദൂപ്യ ഭാവമവ ജന്മ അനു തദ് വധൂപ്യ താഭ്യാഞ്ച മാനുഷകുലാനി വിവർത്തയസ്തം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഹ. ജ്ഞാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപും ച ഭാവമജമനോ തദ് വധൂപ്യാം അവജന്മ അനു തദ്വധൂപ്യാം ഭാവം അവജന്മ അനു തദ്വധൂപ്യാം താഭ്യാഞ്ച മാനുഷകുലാനി വിവർത്തയസ്താം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഹ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ജ്ഞാനന്നുപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസ്വഭാവമഹ ജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനന്നുപായമധദേഹമജോ വിഭജ്യ സ്ത്രീപും സ്വഭാവമജ ജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയം ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ സ്വാനന്തായ മതദേഹമജോ വിഭജ്യ സ്ത്രീപും സ്വഭാവമഭ ജന്മനു തദ്വതുഭ്യാം താഭ്യാം ച മാനുഷ്യകുലാനി വിവൃത്തയം സ്തം ഗോവിന്ദമാരുത പുരേശ നിരുന്തിരോഗാൻ. നോക്കൂ, അവിടെ സ്ത്രീ പുംച എന്നിട്ട് ഭാവം അവിടെ നിന്ന് ഒരു വേണമെങ്കിൽ ഒരു കോമ കൊടുത്തോ. അപജന്മ അവിടെ ഒരു കോമ കൊടുത്തോ. അപജന്മ ഒരു കോമ കൊടുത്തോ. അനു തദ് വായ ആ ഒരു സാധനം ഇങ്ങനെ വെച്ചേക്കുന്നില്ലേ, അത് വായായിട്ട് വായിക്കണം. തദ് വധൂപ്യാം, തദ് വധൂപ്യാം. ഇപ്പൊ ഇച്ചിരിയിലും അറിയാതുകൊണ്ട് പിന്നെ അങ്ങ് മറന്നു പോകും. ഭാവമല്ല അവജന്മ അനു തദ് വധൂപ്യാം. സ്ത്രീ പുംച ഭാവമഭജന്മ അനു തദ്വധൂപ്യാ അനു തദ്വധൂപ്യാ. ഒരു പ്രവചിയൂടെ വായിക്കേ പെട്ടെന്ന്. പ്രഭുജിമാരെ ഒരു തവണ വായിക്കാവുന്നൊന്നുമില്ല, പിന്നെ വായിക്കാം. വായിച്ചോളൂ. എല്ലാം പോയോ? ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. വായിക്കേ, കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ജാനന്നുപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീവും സ്വഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുത പുരേശ വിരുദ്ധിരോഗാൻ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രഭുജിമാര് ക്ലാസ് എടുക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രഭുജിമാരുടെ ക്ലാസ് എടുക്കുമ്പോൾ പ്രഭുജിമാരുടെ ഒരു സംഘം ഉണ്ടാക്കാമല്ലോ നമുക്ക്. മനസ്സിലായോ? ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കണം. നമുക്കത് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ശരീരം ഇവിടെ വീട് പോകുന്നതാ. പഞ്ചതത്വങ്ങളിൽ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ശരീരം ഇവിടെ വീഴും. ഈ ഭൂമി വീണ് പോകും. നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ ഞാനെന്ന് ഇടുന്നേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ മൂട സ്വർഗത്തിലിരിക്കും എന്നുള്ളതാ. എണ്ണിക്കവിഞ്ഞ് ആരുമില്ല, ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് അങ്ങനെ, ഞാനാണ് ഇങ്ങനെ, ഞാൻ എന്നുള്ള അഹങ്കാരം വരും. പക്ഷെ ആ അഹങ്കാരം എപ്പോഴാ ഇല്ലാതാവുന്നത്? എന്താ ബെഡ് വീണു പോകുമ്പോഴാ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം മുതലേ ഉള്ളത് നമുക്ക് ഓർമ്മ വരുമെന്നുള്ളതാണ്. ആ സമയത്ത് പിന്നെ കണ്ണീര് ഒഴിക്കൊണ്ട് ഒരു കാര്യവും ഇല്ലേ കുഞ്ഞെ. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ തുടങ്ങണം ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു മാർഗം. അതിനു വേണ്ടിയിട്ട് ജ്ഞാനം സമ്പാദിക്കണം. അതുകൊണ്ട് ഞാൻ പ്രഭുജി, ഞാനാണെന്നുണ്ടെങ്കിൽ പുരുഷനെ, അതുകൊണ്ട് എനിക്കിതൊന്നും പഠിക്കണ്ട, എനിക്ക് രാമൻ ജപിക്കണ്ട, ഞാൻ ഏറ്റവും വലിയ ആളാണെന്നൊന്നും പറഞ്ഞിരിക്കേണ്ട കാലം ഇത് കലികാലമാണ്. ഓർത്തോണം. സത്യയുഗത്തിൽ പോലും അതെന്തെങ്കിലും സത്യയുഗത്തില്, ത്രേതായുഗത്തില്, ദ്വാപര യുഗത്തില്, എല്ലാ യുഗത്തിലും എല്ലാം ആരായിരുന്നു കൂടുതലും? പുരുഷന്മാരായിരുന്നു ഇതിനകത്ത് കൂടുതൽ വന്നുകൊണ്ടിരുന്നതെന്നുള്ളതാണ്. സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയെ ബന്ധിച്ചിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് തന്നെ പുരുഷന് വേണ്ടിയിട്ട് കൂടിയാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ ഒപ്പം നിങ്ങളും കൂടി ചേരുക. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വലിയ ആളാണെന്നുള്ളത്. അതുകൊണ്ട് പഠിക്കുക. ഞാനെന്ന് എഴുതി എന്നിട്ട് നിങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. ഞാൻ വേണ്ട സഹായമൊക്കെ ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃപാദം മനസ്സിൽ ഓർത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ തോന്നി, ഞാൻ മതദേഹം അജോവിഭജ്യ. ബ്രഹ്മാവിന്റെ ദേഹം രണ്ടായിട്ട് കൗത്തു എന്നുള്ളതാ. കൗത്തിട്ട് ഒന്നിനകത്ത് സ്ത്രീ പുംസഭാവമൂപ്യാം. ഒരു പുരുഷൻ ഒരു സൈഡ് പുരുഷനുമായി, ഒരു സൈഡ് സ്ത്രീയുമായി. നമ്മൾ ഓർത്തോണം. ആദ്യ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുവായിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതരൂപ. മനുവിനെ ശതരൂപയും ബ്രഹ്മാവിന്റെ ആ ഇതിൽ നിന്നിട്ട് ദേഹം ദേഹം അജോ വിഭജ്യ, ദേഹം തന്നെ വിഭജിച്ചിട്ട് സ്ത്രീയും പുംസനെ സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? മാനുഷ്യ കുലാന് വിവർത്തയസ്തം. മനുഷ്യന്റെ കുലങ്ങളെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരാണ് ആദി പുരുഷനും ആദി സ്ത്രീയും. മനു, സ്വയംഭൂ മനു എന്ന പേര് വരുന്നത്. ശതരൂപ. അതായത് നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ ചോദിക്കുന്ന സമയത്ത് ആന്ന് പറഞ്ഞ് നമ്മൾ വായും പൊളിച്ചിരിക്കും. ഇപ്പൊ എങ്കിലും ഓർത്ത് വെച്ചോളിന്, എഴുതി വെച്ചോളിന്. എന്നിട്ട് എന്താ? സ്വയംഭൂ മനു, എന്നിട്ട് ശതരൂപ. ഇവരിൽ നിന്നാണ് നമ്മുടെ സൃഷ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇത് ഇന്നലെയൊന്നും പറഞ്ഞില്ല, 5000 വർഷങ്ങൾക്ക് മുമ്പിട്ട് പറഞ്ഞ കാര്യമാ.
2000 വർഷം മുമ്പിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളവർ നമ്മളിങ്ങനെ പൊക്കിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അന്നേരം നമ്മൾ ഓർത്തോണം, ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഒരു സ്ത്രീയായി ഒരു പുരുഷനായി, എന്നിട്ട് അതിൽ നിന്നാണ് ഈ ലോകത്തിന്റെ സൃഷ്ടി തുടങ്ങിയിരിക്കുന്നത്. സ്വയംഭൂമനു ശതരൂപ. ഓർത്തോണം. അതിന് നമ്മളെന്താ ചെയ്യുന്നത്? എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഉള്ളതിനെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പിന്നെന്താ, വെളിയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെയെല്ലാം നമ്മളിങ്ങനെ പൂർത്തിക്കൊണ്ടേ നടക്കും. പക്ഷെ നമുക്ക് നമ്മളിലുള്ള എന്തെല്ലാം ഉണ്ട് നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആരായിരിക്കുന്നത്? ഭഗവാനായിരിക്കുന്നത്. ആ ഭഗവാനെയാണെന്നുണ്ടെങ്കിൽ വേണ്ടവരെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഉണർത്തുന്നില്ല. ആ ഭഗവാനെ ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്താ ഒരു ശക്തി കിട്ടുന്നതെന്നറിയാമോ? നമ്മൾ രാവിലെ എഴുന്നേക്കും, കുറെ ബെഡ് കോഫി ഇപ്പം ബെഡ് കോഫി ഇല്ലെന്ന് തോന്നുന്നു, ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് വിസ്തരിച്ചൊരു വായന നടത്തും. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ഇങ്ങനെ പോകും. എന്നാൽ അതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്റെ ഭഗവാനെ, നീയാണ് എനിക്ക് ഇത്രയും ശക്തി തരുന്നത്, നീ ഉണ്ടായത് കൊണ്ടാണ് ഭഗവാനെ, അങ്ങ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങേ ആദ്യം നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരും നമസ്കരിക്കുന്നില്ല. ആ കാലമെല്ലാം പോയി. ഇനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ജ്ഞാനം കിട്ടിയ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? തുളസിയാണെന്നുണ്ടെങ്കിൽ വെട്ടിപ്പിടിച്ച് ചെത്തിയെടുത്ത് കളയുമെന്നുള്ളതാണ്. തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഈ വായുവിനെ പോലും പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തുളസി ഇവിടെയൊക്കെ ഉള്ളവരെങ്ങനെയാണ്? ദേവിയായിട്ടാ. തുളസിയുടെ കഥ തന്നെ ഉണ്ടെന്നുള്ളതാ. തുളസി ദേവിയായിട്ടാ, വൃന്ദാവനേശ്വരിയായിട്ട്, വൃന്ദായ തുളസി ദേവായ പ്രിയായ കേശവത്യ കൃഷ്ണഭക്തി പ്രദേ ദേവി എന്നാ പറയുന്നത്. അങ്ങനെ കൃഷ്ണഭക്തി തരുന്ന ഒരു ഇതാണ് വൃന്ദാദേവി അല്ലെങ്കിൽ തുളസി ദേവി. അങ്ങനെ ആ തുളസി ദേവിയെ നമ്മൾ അന്നിന്റെ എല്ലാ വീട്ടിലും ഒരു തുളസിത്തറ വെക്കിനെ. നമുക്കിപ്പോ അത് കെട്ടാനുള്ള തൽക്കാലം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തുളസിയുടെ അടുത്ത് ഇങ്ങനെ നല്ലതുപോലെ ഒരു തിട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. രാവിലെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക, തുളസിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പാവങ്ങളെല്ലാം പോകുമെന്നുള്ളതാ. എന്നിട്ട് അതിനെ ഒരു 3 വലം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മന്ത്രം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ സാരമില്ല, മന്ത്രങ്ങളിൽ കൂടി ഒന്നും അല്ല, നമ്മുടെ മനസ്സാ ഭഗവാന് വേണ്ടി. ആ മനസ്സ് ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറെ മന്ത്രങ്ങളുടെ ഒന്നിന്റെ ആവശ്യമില്ല. ഹേ കൃഷ്ണ ഗോവിന്ദ മുരാരേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന മാത്രം മതി, ഭഗവാൻ അവിടെ ഓടിയെത്തും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രത്തിന്റെ ഒന്നും കുറെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെയൊക്കെ സ്വഭാവം എന്തുവെന്ന്, എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഭാവമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഭാവം നമ്മൾ വെക്കണ്ട. ഭഗവാനെ എവിടെ നിന്ന് വിളിച്ചു, ഒരു ചണ്ടാളൻ വിളിച്ചു കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ നീ ചണ്ടാളനാ, അതുകൊണ്ട് ഒരു പക്ഷെ ഉണ്ടല്ലോ ആ ചണ്ടാളൻ വിളിക്കുന്ന വിളിയിലായിരിക്കും ഭഗവാൻ ആദ്യം തന്നെ വരുന്നതെന്നുള്ളത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന എന്റെ തുളസി ദേവി എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായാലും മതി. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുളസിയുടെ മന്ത്രം ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈതപ്രഭുവിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്തിട്ട് ഇടിച്ച് തരാം. എന്നിട്ട് ആ തുളസി ഒരു തറ കെട്ടിന് രാവിലെ വൈകുന്നേരം അതിനകത്ത് വെള്ളം ഒഴിക്കുക. വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പണ്ടുള്ള കാര്യങ്ങൾ, പണ്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ പറയുന്നത്. അവര് കാണിച്ചു തന്ന മാർഗത്തിൽ കൂടെ നമ്മൾ വ്യതിചലിച്ചു. ആ വ്യതിചലിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അന്നുള്ളവർക്കൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു, ഇത്രയും രോഗങ്ങളും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാ? അവര് ഭഗവാനെ അറിഞ്ഞ് ജീവിച്ചവരാ, അതുകൊണ്ടാ അവർക്ക് രോഗങ്ങളില്ലായിരുന്നത്, അധികം പ്രശ്നങ്ങളും ഇല്ലായിരുന്നത്. അവർക്ക് എന്ത് തോന്നും, കെട്ടിപ്പടുക്കാനുള്ള ആ ദോരയില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ യൗവനത്തിൽ കിടന്ന് ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ചാടുന്നു, ഓടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ഇതേ പൈസ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? വാർദ്ധക്യത്തിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർക്ക് കൊടുക്കും. പിന്നെ നീ ഇത്ര ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ അറിഞ്ഞ് ജീവിക്കാനുള്ള ആ ഒരു ദോര നമ്മൾ വരട്ടെ, എല്ലാവർക്കും ആത്മജ്ഞാനം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് യശോമതി നന്ദന വ്രജ